ഹായ്, ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു 12 വർഷമായി രക്തസ്രാവം ബാധിച്ചൊരു സ്ത്രീ. അവൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൾ വിശ്വാസത്തോടുകൂടി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. യേശു തൊടാൻ അവൾ വെയിറ്റ് ചെയ്തില്ല. യേശുവിനോട് കൂടെയുള്ള ശിഷ്യന്മാർ അവരോട് പറഞ്ഞ്, ഗുരുവിനെ കൊണ്ട് എന്നെ ഒന്ന് സൗഖ്യമാക്കണം, എന്നെ തൊടിയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു സ്പർശനത്തിനായി, ഒരു സൗഖ്യത്തിനായി അവൾ വെയിറ്റ് ചെയ്ത് നിന്നില്ല. ജനസാഗരമാണ് ചുറ്റും. രക്തസ്രാവക്കാരി വെളിയിലിറങ്ങുന്നത് യോഗ്യമല്ലാത്തൊരു കാലഘട്ടം, ഒരു പ്രത്യേക നിയമം നിലനിൽക്കെ അതിനൊന്നും വകവെക്കാതെ അവൾ യേശുവിൻ്റെ അടുക്കൽ ചെന്നു. വിഷയം പറയാനൊന്നും മേലാത്ത അവസ്ഥ. എന്നാൽ അവൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങലെ തൊട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. തൽക്ഷണം അവൾ സൗഖ്യമായി. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹിത, എന്നെ ആരും മൈൻഡ് ചെയ്തില്ല, എന്നെ ദൈവദാസന്മാരെ അടുക്കൽ കൊണ്ടുപോയില്ല, രോഗശാന്തി വരവുള്ള ദൈവദാസന്മാരെന്നെ തൊട്ടില്ല, പ്രാർത്ഥിച്ചില്ല, എനിക്ക് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേക എൻകൗണ്ടർ ഇങ്ങോട്ടുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ, വിശ്വാസത്താൽ അത്ഭുതം പിടിച്ചെടുക്കുക, അത്ഭുതം പ്രാപിക്കുക. ആരെയും വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള സമയമല്ല. താങ്കളുടെ ആവശ്യമാണോ? താങ്കളുടെ അത്യാവശ്യമാണോ? എന്താണ് നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നത്? രക്തസ്രാവക്കാരിക്ക് അത്യാവശ്യമാണ്. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ടു അത്ഭുതം പ്രാപിച്ചു. നിങ്ങളെന്ന വിശ്വാസത്താൽ അത്ഭുതം പിടിച്ചെടുത്താട്ടെ. യേശു നിങ്ങളെ അനുഗ്രഹിക്കും.